എന്തിനും ഏതിനും കേന്ദ്രത്തിന് മേൽ പഴിചാരി സ്വന്തം ഭാഗം ന്യായീകരിക്കുന്ന ഇടതുപക്ഷവും പിണറായി വിജയനും കുറച്ചു കാര്യങ്ങളെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിലെന്ന് എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് നടപ്പുള്ള ഒരു കാര്യമല്ല. കാരണം സ്വന്തം കീശ നിറയ്ക്കാനും മക്കളുടെയും മരുമക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനും ശ്രമിക്കുന്നതിനിടയിൽ സഖാവ് പിണറായി വിജയനോ കൂടെയുള്ള ബഹുമാന്യരായ നേതാക്കൾക്കോ എവിടെ സമയം? ആദ്യം കുടുംബം നന്നാക്കട്ടെ എന്നിട്ടല്ലേ നാട് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് മുഖ്യനും കൂട്ടരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർക്കാരിന്റെ അലസത മൂലം സംസ്ഥാനത്ത് റെയിൽവേ വികസനം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കേട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമൊന്നുമല്ല ഇത്. ഏറെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കേരളത്തിലെ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റാനുള്ള അവസരമാണ് ഇതുവഴി നഷ്ടമാകുന്നത്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് ഗതിവേഗം ഉണ്ടായത് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന O രാജഗോപാൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പാത ഇരട്ടിപ്പിക്കലിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കലിനും ആക്കം കൂട്ടി. റെയിൽവേ സ്റ്റേഷനുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ ഓടിച്ചതുമെല്ലാം അക്കാലത്ത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഒരുപാട് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിന് വേണ്ടിയും ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുമുണ്ട്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നത്ര വേഗത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നില്ല. അതിന് കാരണക്കാർ കേരളത്തിലെ ഭരണകൂടം തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. കേരളം റെയിൽവേ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിൽ വിമുഖത കാട്ടുന്നു എന്നത് തന്നെയാണ് സത്യം. ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചതിലൂടെ വെളിവാക്കപ്പെട്ടത് കേരളത്തിന് ഇക്കാര്യത്തിലുള്ള മെല്ലെപ്പോക്കാണ്. ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാത്തതിനാൽ സംസ്ഥാനത്തെ മിക്ക റെയിൽവേ പദ്ധതികളും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ വികസനത്തിന് ആവശ്യമായ 470 ഹെക്ടർ ഭൂമിയിൽ 64 ഹെക്ടർ മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്ത് നൽകിയത്. ആവശ്യമായ ഭൂമിക്കുള്ള 2100 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയിട്ടും ഇത് തന്നെയാണ് അവസ്ഥ. സംസ്ഥാനത്താകെ 12,350 കോടി രൂപ ചെലവിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് റെയിൽവേ നടത്തുന്നത്. എക്കാലത്തെയും വലിയ തുകയായി 3011 കോടി രൂപ 2024-25 സംസ്ഥാനത്തിന് ബജറ്റിൽ വകയിരുത്തിയിരുന്നു. കേരളം ആവശ്യത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എന്നിട്ടും കേരള സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണ്. റെയിൽവേ വികസനം കേരളത്തിന്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കേരളം തയ്യാറാവുക തന്നെ വേണം. മറ്റ് സംസ്ഥാനങ്ങൾ ഹൈസ്പീഡ് ട്രെയിനിന്റെ വേഗതയിൽ വികസനം നടപ്പിലാക്കുമ്പോൾ കേരളം പാസഞ്ചർ ട്രെയിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളും വികസന പദ്ധതികളും ഇല്ലാതാക്കുന്ന സമീപനം ഇടതു സർക്കാർ തുടരുന്നത് ഒട്ടും ആശ്വാസ്യമല്ല. മെല്ലെപ്പോക്ക് വഴി വികസനം നഷ്ടമാകുന്നത് സംസ്ഥാനത്തെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അത് മറക്കരുത്. ഇതിനുള്ള ഫലം വരും തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജനം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആ തിരിച്ചടി താങ്ങാൻ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനായെന്ന് വരില്ല. ഒടുവിൽ ഇടതുപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടി പൊടി പോലുമില്ല കാണാൻ എന്ന അവസ്ഥയിലെത്തുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്.